ഹായ് എവരി വൺ, എൻ്റെ എഡ്യൂക്കേഷണൽ ചാനലിലെ ആദ്യ ലോങ് വീഡിയോ ആണ്. പഠിച്ചതും പഠിപ്പിച്ചതും നേടിയതുമായ അറിവുകൾ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഏപ്രിൽ 26 എക്കാലത്തെയും വിശ്വവിസ്മയമായ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനം. ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ നാടകകൃത്തും കവിയുമാണ്. 1564 ജനിച്ച 1616 ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ അദ്ദേഹം ഹാസ്യനാടകങ്ങൾ, ദുരന്ത നാടകങ്ങൾ, ചരിത്ര നാടകങ്ങൾ ഇവയുൾപ്പെട്ട 38ഓളം നാടകങ്ങളും 154ഓളം സോണറ്റുകൾ അഥവാ ഗീതങ്ങളും രചിച്ചിട്ടുണ്ട്. ഇവയിൽ മാക്ബത്ത്, ഹാംലെറ്റ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഒതെല്ലോ, ടെമ്പസ്റ്റ്, ദ മർച്ചൻ്റ് ഓഫ് വെനീസ് ഇവയൊക്കെ വിലമതിക്കാനാവാത്ത രചനകളാണ്. വിശ്വസാഹിത്യം എന്നത് ഒരാളുടെ പേരിലേക്ക് ചുരുക്കാൻ പറഞ്ഞാൽ അത് വില്യം ഷേക്സ്പിയർ എന്നാവും. ഏപ്രിൽ 26 ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും ഷേക്സ്പിയറിൻ്റെ ജന്മദിനം എന്ന നിലയിലാണ്. അദ്ദേഹം സ്ട്രാറ്റ്ഫോർഡ് ആപ്പൺ ഏവൺ എന്ന മനോഹരമായ പട്ടണത്തിൽ ജനിച്ച ഒരു സാധാരണ ബാലനായിരുന്നു. കയ്യുറ നിർമ്മാതാവായ ജോൺ ഷേക്സ്പിയർ അച്ഛൻ, സ്നേഹനിധിയായ ആർഡൻ ആണ് അമ്മ. കുട്ടിക്കാലത്ത് സ്ട്രാറ്റ്ഫോർഡിലെ തെരുവുകളിലൂടെ ഓടിക്കളിക്കാനും ഏവൺ നദിയുടെ തീരത്ത് ഓടിക്കളിക്കാനും ഇഷ്ടപ്പെട്ട ഷേക്സ്പിയറിൻ്റെ മറ്റൊരു ഇഷ്ടസ്ഥലം കിങ്സ് ന്യൂ സ്കൂളായിരുന്നു. അവിടെ നിന്നാണ് വാക്കുകളുടെ ലോകത്തെ അദ്ദേഹം പ്രണയിച്ചത്. അക്കാലത്ത് സഞ്ചരിക്കുന്ന നാടക സംഘങ്ങൾ പട്ടണത്തിൽ വന്ന് പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ വർണ്ണപ്പകിട്ടും വേഷങ്ങളും ശക്തമായ സംഭാഷണങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചു. ഒരു മരപ്പലകയിൽ കെട്ടിയുണ്ടാക്കിയ വേദിയിൽ അവർ പുതിയ ലോകം സൃഷ്ടിക്കുന്നത് അത്ഭുതത്തോടെ അദ്ദേഹം നോക്കി നിന്നു. നാടകവേദിയോടുള്ള അഭിനിവേശം ആടിക്കത്തുന്നത് അവിടെ നിന്നായിരുന്നു. 1580കളുടെ അവസാനത്തിൽ ഭാര്യയും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തെ പട്ടണത്തിൽ വിട്ട് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. തിരക്കേറിയ തെരുവുകളും കുതിരവണ്ടികളും ശബ്ദമുഖരിതമായ കച്ചവട കേന്ദ്രങ്ങളും ജീവിതം പ്രയാസകരമായിരുന്നു. എന്നിട്ടും ഒരു നാടക നടനായി അവിടെ തൻ്റെ കരിയർ ആരംഭിച്ചു. പിന്നീട് ചെറിയ ചെറിയ എഴുത്തുകളിലേക്ക് കടന്നു. ഒപ്പം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു നാടക കമ്പനി രൂപീകരിക്കുന്നു. കഠിനാധ്വാനം കൊണ്ട് കമ്പനി ഉയർച്ചയിലെത്തി. അവരുടെ നാടകങ്ങൾ കാണാൻ രാജ്ഞി എലിസബത്ത് I വരെ എത്തി. 1599 തെംസ് നദിക്കരയിൽ സ്വന്തമായൊരു നാടകശാല അഥവാ തിയേറ്റർ നിർമ്മിച്ചു. അതിനുശേഷം മാക്ബത്ത്, ഒതെല്ലോ, ഹാംലെറ്റ് ഇവയുടെ ഒക്കെ പിറവി. വിശ്വസാഹിത്യത്തിൻ്റെ വിശ്വവിസ്മയമായി ഷേക്സ്പിയർ വളർന്നു. താങ്ക് യു ഓൾ. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.